ഈ അടുത്തിടെ പുറത്തു വന്ന അമേരിക്കയുടെ ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ വളരെയധികം ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് തർക്കമുള്ള അതിർത്തികളിൽ മാത്രമല്ല, സൗഹൃദപരമായ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ചൈന ഇപ്പോൾ അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ലോജിസ്റ്റിക്കൽ ആക്സസും സജീവമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ചൈനയ്ക്ക് ചൈനയുടെ വൻകരയിൽ നിന്ന് വളരെ അകലെ നാവിക, വ്യോമ, ഒരുപക്ഷെ കരസേന പ്രൊജക്ഷനെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന സൈനിക താവളങ്ങളാണ് ചൈന ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമി ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് അധിക സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ലോജിസ്റ്റിക്കൽ ആക്സസും സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ പെന്റഗൺ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടിലെ ഏറ്റവും സെൻസിറ്റീവ് ഭാഗങ്ങളിൽ ഒന്നാണ് ദക്ഷിണേഷ്യൻ അയൽക്കാരായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവർ. ഇവിടെയും ചൈന ഇപ്പോൾ സൈനിക താവളങ്ങൾ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സ്ഥലങ്ങളിൽ ചൈനയുടെ താല്പര്യം ഒരു ശൂന്യതയിൽ സംഭവിക്കുന്നതല്ല. സമുദ്ര ആശയവിനിമയ രേഖകൾ സംരക്ഷിക്കുന്നതിനും സ്വാധീനം വികസിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളമുള്ള തുറമുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒരു ശൃംഖല സുരക്ഷിതമാക്കാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തെ തന്ത്രപ്രധാനമായ പിൻമുറ്റമായി കാണുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക്കൽ സൗകര്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ചൈനീസ് സൈനിക താവളങ്ങൾ ഇപ്പോൾ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. മലാക്ക കടലിടുക്ക്, ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ സുപ്രധാന സമുദ്രപാതകൾക്ക് സമീപം ആസ്തികൾ സ്ഥാപിക്കാൻ ഇത്തരം സൗകര്യങ്ങൾ PLA അനുവദിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യക്ക് സമീപമുള്ള രാജ്യങ്ങളിലെ ബേസിങ്ങും ലോജിസ്റ്റിക്സ് സൗകര്യങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോൾ ഇന്ത്യയിലും അതിനപ്പുറത്തും തന്ത്രപരമായ പുനർക്രമീകരണങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഇതിനകം തന്നെ സ്വന്തം സുരക്ഷാ നിലപാട് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതിർത്തി പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപ്തിയെ സന്തുലിതമാക്കുന്നതിന് നാവികശേഷി വികസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ബംഗ്ലാദേശ് അതിർത്തിയിൽ പുതിയ ഗ്യാരിസണുകൾ സ്ഥാപിക്കുക, പ്രധാന ചെക്ക് പോയിന്റുകൾക്ക് സമീപം നിരീക്ഷണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നീക്കങ്ങളൊക്കെ ഈ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് തടയാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നും ചൈനയുമായി ബന്ധപ്പെട്ട സൈനിക സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ പെന്റഗൺ പറഞ്ഞിട്ടുണ്ട്. LACയിൽ ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ ചൈന കുറച്ചിട്ടുണ്ട് എങ്കിലും പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം ഇപ്പോഴും ശക്തിപ്പെടുത്തുകയാണ്. ചൈന ഇപ്പോൾ സ്വന്തം ആണവശേഷിയും വർദ്ധിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ചൈനയ്ക്ക് തങ്ങളുടെ പ്രദേശം വികസിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ അമിതമായ അഭിനിവേശത്തെ പറ്റിയും പെന്റഗൺ ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ അഭിപ്രായത്തിൽ തായ്വാൻ, അരുണാചൽ പ്രദേശ്, ഏതാണ്ട് മുഴുവൻ ദക്ഷിണ ചൈന കടൽ, സെൻകാക്കു ദ്വീപുകൾ എന്നിവ പ്രാദേശിക തർക്കങ്ങൾക്കിടയിൽ ഉൾപ്പെടുത്താനുള്ള ചൈനയുടെ താല്പര്യത്തെയും ഇതിൽ കാണിക്കുന്നുണ്ട്. മുഴുവൻ അരുണാചൽ പ്രദേശും തങ്ങളുടെ പ്രദേശമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതിനെ സാങ്നാൻ, ടിബറ്റിന്റെ തെക്കൻ ഭാഗം എന്നിവർ വിളിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന ശ്രമിക്കുന്നുണ്ട് എങ്കിലും അപ്പോൾ തന്നെ പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണവും ശക്തിപ്പെടുത്തുകയാണ്. ഫ്രിഗേറ്റുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള നൂതന പ്ലാറ്റ്ഫോമുകൾ ചൈന പാകിസ്ഥാന് നൽകുന്നുണ്ട് എന്നും പെന്റഗൺ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 2025 മെയ് മാസത്തോടെ 36 J-10C മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളിൽ 20 എണ്ണമാണ് ചൈന പാകിസ്ഥാന് കൈമാറിയത്. ആക്രമണശേഷിയുള്ള കൈഹോങ്ങും വിങ്ലൂങ്ങും ആളില്ല ആകാശ വാഹനങ്ങളും പാകിസ്ഥാന് ചൈന നൽകിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ പറയുന്നത് ചൈനയും പാകിസ്ഥാനും ഏകോപിതമായ ഗ്രേ സോൺ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇങ്ങനെ അമേരിക്കയുടെ പ്രതിരോധ വൃത്തങ്ങൾ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ചൈനയുടെ പ്രഷർ വാൽവ് എന്നാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആണവായുധ ശേഖരം ഇതിനൊക്കെ ഒരു തെളിവാണ്. പെന്റഗൺ റിപ്പോർട്ട് പ്രകാരം ചൈന തങ്ങളുടെ ആണവ പോർമനുകളുടെ ശേഖരം പ്രതിവർഷം ഏകദേശം 100 വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് 2024 അവസാനത്തോടെ ചൈനയുടെ സായുധ സേനയെ കുറിച്ചുള്ള രേഖയിൽ അവരുടെ വാർഹെഡുകളുടെ എണ്ണം കുറഞ്ഞത് 600 ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ 2030 ആകുമ്പോഴേക്കും ചൈനയുടെ ഏകദേശം 1000 ആണവ വാർഹെഡുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ മിസൈലുകളിലും അന്തർവാഹിനികളിലും ബോംബർ വിമാനങ്ങളിലും ഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. മൊത്തത്തിൽ ചൈനയുടെ ചരിത്രപരമായ സൈനിക ശക്തി അമേരിക്കയെ പോലും കൂടുതൽ ദുർബലമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും പെന്റഗണിന്റെ ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ കുറച്ച് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.